നമസ്കാരം. PK ആസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ വിശാഖം, കാല്, അനിഴം, കേട്ട എന്നീ 2.25 നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്ക് 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫലങ്ങൾ പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ അവിടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ഗ്രഹനില 4 രാഹുവും 5 ശനിയും, അഷ്ടമത്തിൽ ഗുരുവും ശുക്രനും, 9 സൂര്യനും ബുധനും, 10 കേതുവും 11 ചൊവ്വയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ അവരുടെ ഈ ഗ്രഹനില വെച്ച് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 11 ചൊവ്വ നിൽക്കുകയാണ്. ചൊവ്വ ലാഭസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഗുണങ്ങളുണ്ടാക്കുകയാണ് പതിവ്. തടസ്സങ്ങളെല്ലാം നീക്കി ധനാഗമനം ഉണ്ടാക്കുകയും പ്രവർത്തനത്തിൽ കാര്യക്ഷമത ഉണ്ടാക്കി കാര്യശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 ചൊവ്വ എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലമായി നമ്മൾ പ്രവർത്തിക്കാനും ഗുണകരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ട്. എന്നാൽ സന്താനങ്ങളെ കൊണ്ടും ചില വിഷമതകൾ, മാതാവിന് ചില മനപ്രയാസമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയും ചൊവ്വയെ കൊണ്ട് കാണുന്നുണ്ട്. എങ്കിലും ചൊവ്വ പൊതുവെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴവും ഗുരുവും, നമുക്കറിയാം ഏതെങ്കിലും ഒരു ഗ്രഹനിലയിൽ അഷ്ടമത്തിൽ ഏതൊരു ഗ്രഹം നിന്നാലും, ശുഭനാവട്ടെ പാവഗ്രഹമാവട്ടെ, ഏത് നിന്നാലും ശരി തന്നെ ദോഷഫലങ്ങളാണ് നമുക്ക് തരിക. ഇവിടെ വ്യാഴമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്ര വലിയ ദോഷം വന്നാലും കുറേ ഗുണങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴം ഇപ്പം നിൽക്കുന്ന അഷ്ടമത്തിലായതുകൊണ്ട് നമുക്ക് ധനാഗമനത്തിൽ ചില കുറവുകൾ, അതുപോലെ തന്നെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യത, ധനം വരവിൽ തടസ്സമുണ്ടാകുക, പാഴ്ചെലവുകൾ ഉണ്ടാവുക, ഇതൊക്കെ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ഇവിടെ ശുക്രൻ വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല, എങ്കിൽ പോലും വലുതായി ദോഷം ചെയ്യത്തില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവൻ്റെയും സ്ഥിതി അഷ്ടമത്തിലാണ്. പിന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി രാഹുവിന്റെ മേൽ പതിക്കുന്നതുകൊണ്ട് രാഹുവിനെ കൊണ്ടുള്ള വലിയ ദോഷങ്ങളൊക്കെ നമുക്ക് വന്ന് ഭവിക്കത്തില്ല എന്നറിയാം. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം, അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വളരെ പൊതുവെ കുറവായിരിക്കും ഇവർക്ക്. 9 രവിയുടെ സ്ഥാനമാണ്. രവി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9 പക്ഷേ സൂര്യൻ 9 നിൽക്കുന്നത് കൊണ്ട് വലിയ ഗുണമൊന്നും നമുക്ക് ചെയ്യാൻ കിട്ടത്തില്ല. ചെറിയ ദോഷഫലമാണ് കാണാൻ സാധിക്കുന്നത്. 10 കേതു എല്ലാ കാര്യങ്ങളിലും തടസ്സം സൃഷ്ടിക്കുക ചെയ്യുന്നത്. അപ്പോൾ കേതുവിന്റെ നിൽപ്പും നമുക്ക് അനുകൂലമായി അല്ല. അപ്പോൾ പൊതുവെ ഈ വൃശ്ചികം രാശി സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ആദ്യ പകുതി എന്ന് പറയുന്നത് തടസ്സങ്ങളുണ്ടെങ്കിലുമൊക്കെ തടസ്സം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും, എന്നാൽ 2ാം പകുതി ഏറെ ഗുണകരമായിരിക്കുന്ന ഒരു സമയവുമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണവും ദോഷവും ഏകദേശം ഒരുപോലൊക്കെ നിൽക്കുകയാണ്. കാരണം നമുക്ക് യഥാർത്ഥ ഗുണം തരേണ്ട ഗ്രഹങ്ങളെല്ലാം അഷ്ടമത്തിലൊക്കെ പോയി നിൽക്കുകയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ചൊവ്വയെ കൊണ്ടുള്ള ഗുണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി നിൽക്കുന്നത് 5ലാണ്. 5 നിൽക്കുന്ന ശനി നമുക്ക് ഒരു ദ്രോഹവും ചെയ്യത്തില്ല, വളരെ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ശനിയെ കൊണ്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലത, പ്രവർത്തനത്തിലുണ്ടായിരിക്കുന്ന കാര്യക്ഷമത, അതേപോലെ തന്നെ മനസ്സിന് സന്തോഷം, ഊർജ്ജം, ഇതൊക്കെ നൽകുന്ന ഒരവസ്ഥയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനിയെ കൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ആഴ്ചയിൽ സമ്മിശ്രമാണ് ഗുണഫലങ്ങളെന്ന് പറയുന്നത്. ഇവർക്ക് 14, 15, 16 തീയതികളൊക്കെ വളരെ ഗുണകരമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ വൃശ്ചികം രാശിയുടെ ഒരു ഗുണാനുഭവവും ദോഷാനുഭവം എന്ന് പറയുന്നത്. ഇവിടെ ഈശ്വരാധീനം വളരെ കുറവായതുകൊണ്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് തടസ്സങ്ങളൊക്കെ ഒന്ന് നീക്കാനുള്ള ശ്രമം നടത്തുന്നത് നന്നായിരിക്കും. ഇതാണ് വൃശ്ചികം രാശിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ള പ്രധാന ഫലങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ്.